Massive Happy Family. Happy welcome. ഞാനിന്ന് എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? ഇന്ന് കാട്ടിലമ്പലത്തിലോട്ട് പോവാണ് കേട്ടോ, മണികെട്ടമ്പലം. നമുക്ക് പോയാലോ? കൊല്ലം ജില്ലയിലെ ചവറ പൊന്മനയിലാണ് പ്രസിദ്ധമായ കാട്ടിൽ ശ്രീ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാട്ടിലമ്മ, കാട്ടിൽ ശ്രീ ഭഗവതി അമ്മ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഭദ്രകാളി ദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ദാരികവധം കഴിഞ്ഞ ഭാവമാണ്, ഉഗ്രമൂർത്തിയാണ്. കൊടുങ്ങല്ലൂരമ്മയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന പ്രതിഷ്ഠയാണെന്നാണ് ഐതിഹ്യം. മഹാഗണപതി, ദുർഗാദേവി എന്നീ ഉപദേവതകളും ഈ ക്ഷേത്രത്തിൽ വാഴുന്നുണ്ട്. ദുർഗാദേവിക്ക് പ്രത്യേകമായ ക്ഷേത്രം കെട്ടിയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഞാനും എൻ്റെ ചേച്ചിയും മോനും കൂടെ ആയിരുന്നു അമ്പലത്തിലേക്ക് പോയത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ സ്ഥലം എന്ന് വെച്ചാൽ വടുതലയാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ബസ് സർവീസ് ഉണ്ട്, എപ്പോഴും ബസ് കിട്ടുന്ന സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ പ്രൈവറ്റ് ബസ്സോ KSRTC എപ്പോഴും കാണും. ചിലപ്പോൾ നേരിട്ട് അമ്പലത്തിലോട്ടുള്ള കാട്ടിൽ മേക്കത്തിൽ ക്ഷേത്രം എന്ന് തന്നെ എഴുതിയിട്ടുള്ള ബസ്സും കാണും. അതിന് ചില ടൈമുണ്ട്. ഇപ്പം നമുക്ക് കിട്ടിയ ബസ്സിൽ നമ്മൾ ഇപ്പം ശങ്കരമംഗലത്തോട്ട് വരികയാണ്. ഇതാണ് ശങ്കരമംഗലം, നമ്മുടെ ചവറ പോലീസ് സ്റ്റേഷനാണിത്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് അമ്പലത്തിലോട്ട് പോകാനുള്ള ബസ് വരുമ്പോൾ അതിൽ കയറി പോകാം, ഇല്ലെങ്കിൽ ഓട്ടോ പിടിച്ചും പോകാം. ഓട്ടോയ്ക്ക് നമ്മൾ 60 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അമ്പലത്തിൻ്റെത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്ഷേത്രത്തിന് ഭൂപ്രകൃതിയായിട്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് കടലിൻ്റെയും കായലിൻ്റെയും ഇടയിലുള്ള അമ്പലമാണ് കാട്ടിലമ്പലം എന്ന് പറയുന്നത്. അതായത് അറബിക്കടലും ടിയസ് കനാലുമാണ് അതിൻ്റെ ഇടയിലാണ് ഈ അമ്പലം. അതുകൊണ്ട് തന്നെ അമ്പലത്തിലോട്ട് പോകുന്നത് ഒരു പ്രത്യേക വൈബാണ്. അവിടുത്തെ ക്ഷേത്ര സമിതി ഏർപ്പെടുത്തിയ ജങ്കാർ വഴിയാണ് നമ്മൾ അമ്പലത്തിലോട്ട് എത്തിപ്പെടുന്നത്. അതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇപ്പോൾ ഒരുപാട് ഞാൻ പറഞ്ഞില്ല, ഒത്തിരി KSRTC വേണാട് സർവീസുകളൊക്കെ, വേണാട് ബസ്സൊക്കെ ഇതിലേക്കൂടെ പോകുന്നുണ്ട്. എല്ലാ വർഷവും വൃശ്ചിക മാസത്തിൽ ഇവിടെ ഉത്സവം നടക്കാറുണ്ട്. വൃശ്ചികം 1 കൊടി കയറി വൃശ്ചികം 12 ഉത്സവം സമാപിക്കുകയാണ് ചെയ്യുന്നത്. ഈ 12 ദിവസവും ഭക്തർ അവിടെ കുടില് കെട്ടി താമസിച്ച് ദേവിയെ ഭജിക്കുകയാണ് ചെയ്യുന്നത്. വൃശ്ചിക മഹോത്സവത്തിൻ്റെ 12ാം ദിവസം, അതായത് അവസാന ദിവസം, ദേവിയുടെ തിരുമുടി എല്ലാ ഭജനക്കുടിലും വന്ന് അവരെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഈ തിരുമുടി എനിക്ക് തോന്നുന്നു ഈ വൃശ്ചിക മഹോത്സവത്തിൽ ഈ 12ാമത്തെ ദിവസം മാത്രമേ എടുക്കാറുള്ളൂ കേട്ടോ, വർഷത്തിൽ ഒരു വട്ടം മാത്രം. ഇപ്പം നമ്മൾ കടവിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഓട്ടോ സംവിധാനങ്ങളുണ്ട്, ബസ് സർവീസുണ്ട്. ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് വരത്തില്ല. അങ്ങനെ ഇപ്പം ഈ തിരക്കായതുകൊണ്ട് നമുക്ക് ക്യൂ നിന്നേ പോകാൻ പറ്റത്തുള്ളൂ ജങ്കാർ കയറണമെങ്കിൽ. അല്ലാത്ത പക്ഷം നമുക്കല്ലാതെ അങ്ങ് ഡയറക്റ്റായിട്ട് അങ്ങ് ജങ്കാറിനകത്ത് കയറാൻ സാധിക്കും. ആരടി ഇപ്പോൾ ഈ കാണുന്നത് ജങ്കാറാണേ. അപ്പോൾ അവിടെ അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ട് വരുന്ന ആളുകളെ കൊണ്ടാണ് ജങ്കാർ ഇങ്ങോട്ട് വരുന്നത്. അവരെ ഇവിടെ കൊണ്ടിറക്കി അവരിപ്പുറത്തെ ക്യൂയിൽ കൂടെ പോവും. നമ്മൾ അമ്പലത്തിൽ പോകാനുള്ളവർ ഞങ്ങളുടെ ക്യൂയിൽ കൂടെ അങ്ങോട്ട് കയറും. അപ്പോൾ ഇതാണ് ജങ്കാർ കേട്ടോ. ഏത് ഭാഗത്തു നിന്ന് എടുത്താലും വളരെ മനോഹരമായ വ്യൂ ആണ്. നോക്കി എന്തു ഭംഗിയാണ് കാണാനല്ലേ. അത്രയ്ക്കും സൗന്ദര്യമുള്ളൊരു സ്ഥലമാണ് കാട്ടിൽ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പരിസര പ്രദേശം. നിങ്ങൾക്കിനി ജങ്കാറിൽ പോകാൻ താല്പര്യമില്ല, വെള്ളത്തിനെ കുറച്ചുകൂടെ അറിയണമെങ്കിൽ അവിടെ വള്ളമുണ്ട്. 5 രൂപ 10 രൂപയൊക്കെ കൊടുത്താൽ എന്ത് കൊടുത്താലും അവർ വാങ്ങിക്കും. അവരങ്ങോട്ട് കൊണ്ടുവന്ന് ഇറക്കും. അപ്പോൾ വള്ളത്തിനകത്ത് പോകാനും സൗകര്യമുണ്ട്. നമ്മളിപ്പോൾ എല്ലാവരും ജങ്കാർ കയറിയെന്നും പറഞ്ഞ് പെട്ടെന്നൊന്നും ജങ്കാർ എടുക്കത്തില്ല. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യിച്ചിട്ട് ആരെങ്കിലും വരുന്നോ എന്ന് നോക്കിയിട്ടേ ജങ്കാർ എടുക്കത്തുള്ളൂ. ഇപ്പം നമ്മുടെ ജങ്കാർ എടുത്ത് കേട്ടോ. ഇതിങ്ങനെ കറങ്ങി അപ്പുറത്താണ് കൊണ്ട് നിർത്തുന്നത്. ഒരു പ്രത്യേക രീതിയിൽ ഇത് പോകുന്നത്. ഇപ്പം നമ്മൾ അമ്പലത്തിലെത്തി കേട്ടോ. ഞാൻ ഈ താഴോട്ട് വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാലേ, ജങ്കാറിന് നമ്മൾ കയറാൻ പോകുന്ന സ്ഥലത്തിന് ഇടയ്ക്കായിട്ട് ചെറിയൊരു വിടവുണ്ട്. അപ്പം നമ്മുടെ കയ്യിലുള്ള ഫോണൊക്കെ ആയാലും എന്തായാലും സൂക്ഷിക്കുക. കാരണം അതിൽ കൂടെ അങ്ങ് വെള്ളത്തിലോട്ട് പോകത്തേ ഉള്ളൂ, പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ മെയിൻ കവാടത്തിന് മുമ്പിലെത്തി. ഇത് രാത്രി കാണാനാണ് കുറച്ചുകൂടെ ഭംഗി. പിന്നെ ഇവിടെ പരിസരത്തൊക്കെ അപ്പുറം ഇപ്പുറമായിട്ട് ഒരുപാട് കടകളുണ്ട്. ഇതിപ്പോൾ ഈ വൃശ്ചികമായതുകൊണ്ടാണ് ഇങ്ങനെ കടകൾ, അല്ലാതെ ഇത്രയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് തിരിച്ച്
അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കവാടത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് മാറുന്നിടത്താണ് അമ്പലം വരുന്നത്. ഇവിടെ സ്റ്റേജിൽ ഒരുപാട് പരിപാടികൾ, ഭക്തിഗാനമേളയൊക്കെ നടക്കുന്നുണ്ട്. 2 ദിവസത്തിന് മുമ്പായിരുന്നു നമ്മുടെ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പാട്ടുണ്ടായിരുന്നത്. അന്ന് ഭയങ്കര തിരക്കായിരുന്നു രാത്രിയിലൊക്കെ. പിന്നെ ഇവിടെ അമ്പലത്തിൽ കലശം നടക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അമ്പലം അടച്ചിട്ടിരുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അമ്പലം തുറന്നോളും. കാട്ടിലമ്പലത്തിന് മണികെട്ടമ്പലം എന്നപ്പെട്ട ആചാരമാണ് മണി കെട്ടുക എന്നുള്ളത്. അതായത് ഇവിടെ അമ്പലത്തിൽ നിന്ന് പൂജിച്ച് തരുന്ന മണി നമുക്ക് ആലിൽ കൊണ്ടുവന്ന് കെട്ടാം, ഈ പേരാലിൽ കൊണ്ടുപോയി കെട്ടാം. അത് 7 തവണ നമ്മൾ പ്രദക്ഷിണം ചെയ്തിട്ട് വേണം നമ്മൾ ഇത് പേരാലിൽ കൊണ്ടുപോയി കെട്ടാനായിട്ട്. 3 തവണ നമ്മൾ കെട്ടണം. അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും കെട്ടുകയാണെങ്കിൽ 3 പ്രാവശ്യം അത് കെട്ടണം എപ്പോഴെങ്കിലും. അപ്പോൾ നമ്മുടെ ആഗ്രഹം സാഫല്യമാകുമെന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ ഇത് ഒരുപാട് ഇതിനകത്തെല്ലാം നിറഞ്ഞു കിടക്കുകയാണ്, നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള ഈ കടലാണ്, അറബിക്കടൽ. അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ. നമുക്കിപ്പോൾ നല്ല രീതിയിൽ കടൽ കാണാൻ പറ്റുന്ന ഇതൊക്കെ ഉണ്ട് ഇവിടെ, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഒരു പൂ കണ്ടപ്പോൾ ഞാൻ എടുത്തതേ ഉള്ളൂ. പിന്നെ നമുക്ക് പ്രസാദം കിട്ടി. നമ്മൾ അകത്ത് കയറി തൊഴുതില്ല കേട്ടോ. അപ്പോൾ അമ്പലം അടച്ചിട്ടേക്കാണ്. അവിടെ ഇപ്പോൾ ശിവേലിക്ക് തുറക്കുമെന്നാണ് ഒരു ചേച്ചി ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഒരു തിരുമേനി അവിടെ നമുക്ക് വെള്ളവും പ്രസാദവും തരാനായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം. പക്ഷെ കയറുന്നത് അല്പം ടാസ്ക് ആയിരുന്നു. ഞാൻ നേരത്തെ തിരുമുടിയുടെ കാര്യം പറഞ്ഞില്ലേ, ആ തിരുമുടി ഇരിക്കുന്ന അമ്പലമാണിത് കേട്ടോ. ഇത് ഈ 12ാമത്തെ ദിവസം മാത്രമാണ് തുറന്നെടുക്കുന്നത്. ഇത്രയും നേരം നമ്മൾ കടൽ ദൂരെ നിന്ന് കണ്ടതല്ലേ ഉള്ളൂ. ഇനി നമുക്ക് കടൽ അടുത്തറിയാം. കാരണം ഇതിൻ്റെ തൊട്ടിപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബീച്ച് പോലെയാണ്, ഭയങ്കര രസമാണ്. നിങ്ങൾ കണ്ടു നോക്ക്. എല്ലാം കൊള്ളാം, പക്ഷേ ഒരുപാടങ്ങ് കടലിൻ്റെ അടുത്തോട്ട് പോയി നിൽക്കേണ്ട കാര്യമില്ല. ആവശ്യത്തിനുള്ള തിരമാലയൊക്കെ നമ്മുടെ കാലിലൊക്കെ വരുന്നുണ്ടല്ലോ, അത് മതി. പിന്നെ കടൽ കുറച്ചുകൂടെ കയറി കിടക്കുവാണിപ്പോൾ. നമ്മുടെ ഇവിടെ ലൈഫ് ഗാർഡും പോലീസും ഒക്കെ നിരന്തരമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അവർ ഒരു ഫ്ലെക്സൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്, നമ്മൾ കൃത്യമായിട്ട് കടലിലോട്ട് ഇറങ്ങരുതെന്ന് തന്നെ പറയുന്നത്. 2004 ആദ്യമായിട്ട് സുനാമി എന്നുള്ള വാക്ക് ഞാൻ കേൾക്കുന്നത്. അന്ന് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുക. ആ സമയത്ത് നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഈ സുനാമി കാരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ഈ ക്ഷേത്രത്തിന് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം കടലിനോട് എത്രയോ അടുത്ത് ചേർന്ന് കിടക്കുന്ന ടെമ്പിളാണെന്ന്. പക്ഷേ ഈ ക്ഷേത്രത്തിന് മറ്റ് കേടുപാടുകളൊന്നും തന്നെ സംഭവിച്ചില്ല എന്നുള്ളതാണ് വലിയൊരു സത്യം. ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ അമ്പലം ഒന്ന് വിസിറ്റ് ചെയ്യണം. അമ്പലത്തിനെ കാട്ടി കൂടുതൽ നമുക്ക് ഒരുപാട് കാഴ്ചകളും ഉണ്ട്. അപ്പം നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു പശ്ചാത്തലമുള്ള ഒരു ക്ഷേത്രമാണിത്. കടലും പിന്നെ ഈ പശ്ചാത്തലം ഉണ്ടെങ്കിൽ പിന്നെ കുറച്ച് വീഡിയോസ് എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ കുറേ വീഡിയോസും എടുത്തു. അതിനുശേഷം നമ്മൾ കടകളിൽ കയറി തീറ്റിയായിരുന്നു. അപ്പം കാണുന്ന ഇന്ന് നമ്മൾ കുറച്ച് പ്ലാൻ ചെയ്തുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പോയത്, ഇന്നതൊക്കെ വാങ്ങിക്കണമെന്ന്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. പിന്നെ 40 രൂപയ്ക്ക് നല്ല അടിപൊളി കമ്മലുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു 3 കമ്മൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഏതെടുത്താലും 20 രൂപ കടയും ഉണ്ടായിരുന്നു. എനിക്ക് പക്ഷേ ഇതിനകത്ത് ഈ ചില സാധനങ്ങളൊക്കെ വളരെ അഫോർഡബിളായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നാൽ ചിലത് അത്രയും വിലയുണ്ടോയെന്നും ഒരു സംശയം ഉണ്ടായിരുന്നു. ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും അവർക്ക് ലാഭം കിട്ടുന്നത് അല്ലേ. ഞാൻ കുറച്ച് മേടിച്ചത് കാണും. 2, 3, 4, 5, 6, 7, 8, 9. ഞാൻ എപ്പോൾ കാട്ടിലമ്പലത്തിൽ ചെന്നാലും വാങ്ങിക്കുന്ന ഒരു സാധനമാണ് ഈ നെല്ലിക്ക ഉപ്പിലിട്ടത്. ഇതിന് 30 രൂപയാണ് ചാർജ് ചെയ്തത്. അതുപോലെ ഞാൻ ആദ്യം അവസാനമായിട്ടും കഴിച്ചൊരു സംഭവമാണ് ഈ പാവ് ബജി. ഇനി കഴിക്കത്തില്ല. ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കാണണേ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് തമിഴരാണ് കേട്ടോ, തമിഴന്മാരാണ് അവർ കൊണ്ടുവന്ന് വയ്ക്കുന്നതാണ്. 50 രൂപയാണ് ഇതിന്. അങ്ങനെ അവസാനം നമ്മൾ
എന്താണ് സിന്ദൂരമാണ് എൻട്രൻസിൽ ആദ്യം നമ്മൾ കാണുന്നത്. അത് കണ്ട് ഇനി ഞങ്ങൾ ജങ്കാറ് കയറി അപ്പുറത്ത് കരയിലിറങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു എൻ്റെ അമ്പലത്തിൽ പോക്കിൻ്റെ വിശേഷങ്ങൾ. അപ്പോഴത്തേനും സത്യം പറഞ്ഞാൽ ഭയങ്കര മഴക്കോളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ കാണുന്നവർ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ അമ്പലം വന്നൊന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ടാറ്റ.